എല്ലാവർക്കും ഒരു ഹായ് പോയി ഞാൻ പോകുന്നത് സൂപ്പർ ക്യൂബ് ഞാനിവിടെ എപ്പിസോഡ് 5 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ വാങ്ഷ് അവന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ അത് ലോക്ക് പൊട്ടിക്കാനായിട്ട് വരുമ്പോഴാണ് ഒരാൾ വന്നിട്ട് അത് നിനക്കെന്നെ പണിയാകും, അത് സൂപ്പർ പവർ ബാരിയർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ട്രൈ ചെയ്താൽ നിനക്കെന്നെ ഹാർട്ടാകത്തുള്ളൂ, അയാളുടെ സ്ട്രെങ്ത് 52 അവന്റെ 50 എന്ന് പറയുകയാണ്. താക്കോൽ തരാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ, മുകളിലേക്ക് ആരെ കയറ്റി വിടരുത് എന്നാണ് ഓർഡർ. അത് കേട്ട് അവര് ദേഷ്യം വന്ന് അങ്ങനെ എനിക്ക് കാണിച്ചു തരാം. അവളുടെ അടുത്തേക്ക് കഥവും തുറന്നു വരുവാണ്. അതെന്നാൽ മിസ്റ്റർ ലൂ ആയിരുന്നു. അവളോട് ബോറടിക്കുകയാണല്ലേ ഒന്ന് കാണിക്കാൻ നോക്കുമ്പോൾ അത് വാങ്ഷിയാണ്. ഈ മൂവിയുടെ പേരാണ് ടവറിലേക്ക് കയറി വരുന്ന ഹീറോ. എന്നാൽ എത്ര ഫ്ലോർ അവന് കയറാൻ പറ്റുമെന്ന് നോക്കാം. അവിടെ അവനുമായിട്ട് അയാൾ ഫൈറ്റ് പോവുകയാണ്. അയാൾ നേരെ വരുമ്പോൾ അവനൊരു അറ്റാക്ക് കൊടുത്തു. എന്നാൽ അടി അയാൾക്ക് ഒന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല അവന് വേദനിക്കാണ്. ഇത് മാറി മാറി അടിക്കാൻ നോക്കി എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ അടിക്കുന്നു, അവ മാറി മാറി പിന്നെ പോകാനായിട്ട് നോക്കുകയാണ്. ടെലിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല, കൂൾ ഡൗണിലാണ്. അങ്ങനെ നിൽക്കുകയാണ്. ഒരു പഞ്ച് അത് പിടിച്ച് കറക്കി അടിച്ചു. അപ്പോൾ തന്നെ മാറി. ഇതിന്റെ ഫിസ്റ്റ് അറ്റാക്ക് കൊള്ളാം എന്നാൽ ആരുമായിട്ടൊന്നും നീ മറന്നു. വാശിക്ക് ഇങ്ങനെ എതിർക്കാൻ കഴിയില്ല, എന്തെങ്കിലും വീക്ക്നെസ് കണ്ടുപിടിക്കണം. ശരി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ കുറച്ചു നേരം ഒരടി നന്നായിട്ട് അയാൾക്ക് കിട്ടി. ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ വാടാ എന്ന പോലെ അവന് പിന്നെ പോകുന്നു. നിന്റെ മൂവ് അല്ലേ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഇത് നോക്കുന്ന പറഞ്ഞിട്ട് അവന്റെ സ്പേസിൽ നിന്ന് ഹാമർ എടുത്ത് ഒറ്റയടി അതിൽ സൈഡിൽ വീഴുവാണ്. ആ താക്കോൽ അവിടെ വീണ്. ഇത് എങ്ങനെ എന്ന് പറഞ്ഞ് ബോധം പോയി. റിങ്ങിലായിരുന്നെങ്കിൽ ഇത് ചീറ്റിംഗ് ആണ്, എന്നാൽ ഇത് അങ്ങനെ അല്ലല്ലോ. ആ താക്കോൽ എടുത്തിട്ട് ഡോർ തുറന്ന് ഷവിയ നിന്നെ ഉറപ്പായി രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റെപ്പ് കയറി അങ്ങനെ പോവുകയാണ്. അപ്പൊ സൂക്ഷിക്കുന്ന ക്യൂബ് പെട്ടെന്നൊരു അറ്റാക്ക്. അവൻ അപ്പൊ തന്നെ താഴോട്ട് വീഴുന്ന രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കുവാണ്. അങ്ങോട്ട് ഒരുത്താൻ വന്നിട്ട് നീ വീക്കാണല്ലോ, അവനെങ്ങനെ തോറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല, നിനക്ക് എന്നോട് റിവഞ്ച് ചെയ്യണമെങ്കിൽ കയറി മുകളിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അവനും വലിഞ്ഞു പിടിച്ച് കയറിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവന്റെ സ്ട്രെങ്ത് 75 എന്നിട്ട് ഇത് 75 എന്നിട്ട് അവൻ ഇത്ര ജാടയാ, ഞാൻ അവനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കയറി പോവുകയാണ്. അവിടെ ഫുള്ള് ഇരുട്ടാണ്, അല്ല ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചേക്കണം. ഇറങ്ങി വാടാ എന്നാ അവ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ കൊല്ലാൻ എനിക്ക് പറ്റില്ല, കാരണം എൻ്റെ ബ്ലേഡ് ഡെർട്ടിയാക്കാൻ വയ്യ, എന്നാൽ പൈസ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് അറ്റാക്ക്. എന്നാൽ അവൻ മനസ്സിലാക്കിയിട്ട് മാറി. വാശിന് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്നതാണ്. അങ്ങനെ ആ ബ്ലേഡ് ഒക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്തൊക്കെ അറ്റാക്ക് നോക്കി എന്നാൽ മാറിപ്പോയിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. പിന്നെ മാറിയിട്ട് പിന്നെ ഒന്നും എടുത്ത് തെറിച്ച് പിറകിലോട്ട് വീഴുവാണ്. ഇത് കോയിൻസിഡൻസ് ആണ്, എനിക്ക് ടൈമില്ല വാ എന്ന് പറഞ്ഞ് വാശി വരുമ്പോഴേക്കും അവനെ കാണാനില്ല. മൊത്തം നോക്കുന്നു. ലീ അവിടെ നിന്ന് മാറിയിരുന്നു, അതാണ് അയാളുടെ പേര്. മാസ്റ്റർ എന്നെ യങ് ഏജ് തന്നെ ഇരുട്ട് റൂമിലിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. അവിടെ ഡേഞ്ചർ ഒരു പ്ലേസ് ആയിട്ടും. അങ്ങനെ എനിക്കൊരു സ്പെഷ്യൽ എബിലിറ്റി കിട്ടി, സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. കുറച്ചുകൂടി പോയാൽ നിന്റെ കംപ്ലീറ്റ് വിഷൻ ലോസ് ആകും എന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു. എന്നാൽ കൈ മടക്കി ഒറ്റയടി. അവിടെ തന്നെ സ്പീഡിനൊക്കെ മാറി ഡാഗർ അത് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. അടുത്തേക്ക് വന്നത് സ്പേസിൽ നിന്നും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒറ്റയടി കൊടുക്കുകയാണ്. അതും കാണിച്ച് മറ്റൊരു ഫ്ലോറിൽ അവന് തോറ്റു. അങ്ങനെ എനിക്ക് അവൻ സ്ട്രോങ് ആണ്, എന്തൊക്കെയോ സ്കിൻ്റെ ഉണ്ട്, നിന്റെ ബിയൂൾഫ് 10 സെക്കൻഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് കേട്ട് അത് മതി, റിവാർഡ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയുമ്പോൾ എന്നാൽ അത് അവന് തടയാൻ കഴിഞ്ഞ എനിക്ക് അവന്റെ ടേസ്റ്റ് നല്ലതായിരിക്കല്ലേ എന്ന് എന്തോ ഒരു അർത്ഥം വെച്ച് പറയുകയാണ്. അങ്ങോട്ട് വാങ്ങിച്ചെത്തി അവിടെ വേറൊരുത്തൻ നിൽക്കുകയാണ്. കുറെ നേരമായിട്ട് നിന്നെ കാത്തിരിക്കുക. എന്നാൽ പെട്ടെന്ന് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ആ ഒറ്റയടി എന്നാൽ സിമ്പിളായിട്ട് തടഞ്ഞു. എന്നെ പോലെ ഓൾഡ് മാനെതിരെ സ്നീക്ക് അറ്റാക്കും എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഒറ്റയടിയാണ്. അവൻ വീണു. എന്റെ ഹിറ്റിൽ നിന്റെ ബോധം പോയില്ല, നിന്റെ ഫിസിക്കൽ സ്ട്രോങ് ആണല്ലോ. ഇപ്പോഴാണ് ക്യൂബ് 1 മിനിറ്റ് മതി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്താൻ. അവൻ ഞാൻ അത്ര നേരം പിടിച്ചെടുക്കുക. അപ്പോഴേക്കും അവനെ ലോക്കാക്കി. അതിൽ നിന്ന് അവനെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് വിഷ് പറഞ്ഞു. എന്നാൽ അവൻ വാങ്ങിക്കുകയാണെങ്കിൽ ഡാഗർ അത് പുറത്തെടുത്ത് മറ്റേ കയ്യിൽ പിടിച്ചിട്ട് ഒറ്റ വിട്ട്. അത് അയാൾ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നൊരു ഫിസ്റ്റ് അത് കൊടുക്കാൻ നോക്കിയ അയൺ ബോഡി ആയിരുന്നു. ഇത്ര സ്ട്രോങ് ആണ്, ഇനി ഞാൻ കാണിച്ചു തരാം എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടി അവിടെ മുഴുവൻ ഡിസ്ട്രോയ് ആയി. അവിടെ നമ്മൾ മാറി പോയി. എന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി കാലവാരി നിലത്തടിക്കാണ് ഉണ്ടായത്. അവിടുത്തെ പിന്നെ മാറിയൊക്കെ അയാളെ അടിക്കാനായിട്ട് നോക്കുന്നത്. അവന് ഇഞ്ചുറി ആകുന്നതേ ഉള്ളൂ. അവസാനം മതിലിൽ ചെന്നിട്ട് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരടി കൊടുക്കാണ്. അത് തകർന്ന് അവിടെ മുഴുവൻ വീഴാണ്. അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയിരുന്നു എന്ന് ക്യൂ പറയാണ്. ഞാൻ കരുതിയതുപോലെ നീ സ്ട്രോങ് ആണ്. അവന്റെ പവർ +11 എൻഡ്രൻസ് +9 സ്പിരിറ്റ് +3 ആയിട്ട് കൂട്ടിക്കൊടുത്തു. നിന്നോട് എനിക്ക് നന്ദിയുണ്ട്, എന്നെ ഒന്ന് വാമപ്പ് ആക്കാൻ ചെയ്ത നീ എന്ന് പറഞ്ഞിട്ട് അവർ റെഡിയാക്കാണ്. കൊള്ളാം, സ്ട്രോങ് പേഴ്സണൊക്കെ ടഫായിരിക്കും, സംസാരം മതി. അയാൾ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ച് അയാളുടെ ചെസ്റ്റിൽ വന്നിട്ട് പല ഭാഗത്തായിട്ട് ഇടിക്കുകയാണ്. അയാൾ പോലും ഷോക്ക്. എന്നാൽ അപ്പോഴാണ് ഓവറായിട്ട് പവർ കയറിയതുകൊണ്ട് തന്നെ അവന്റെ ബോഡിക്ക് താങ്ങുന്നില്ല. യോഗ അപ്പോൾ പേടിക്കണ്ട, ഇത് ഞാൻ കൺട്രോൾ ചെയ്യാൻ നോർമലാണ്, ഇത് മുൻപേ പറഞ്ഞുകൂടായിരുന്നുടാ
അയാൾ കണ്ടിട്ട് നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഓഹോ എന്ന് പറഞ്ഞിട്ട് വന്നത് തട്ടി കൈത്തട്ടി കളഞ്ഞിട്ട് ഒരു പവർഫുള്ളായ ഒരു അടി അങ്ങ് കൊടുക്കുകയാണ്. അയാൾ ദൂരെ പോയി വീണു. ഇതെങ്ങനെ ആവട്ടെ 3 പഞ്ചിൽ എൻ്റെ ലെവൽ 3 ലെവൽ 6 വാരിയർ ഞാൻ തോറ്റു. അപ്പോഴാണ് അവൻ വന്ന് പറയും കാരണം നീ വീക്കാണ്, ഒറ്റ അടി അതും പോരാ എൻ്റെ പിന്നെ കൊടുത്ത കഥവും വിളിച്ച അയാൾ പോവുകയാണ്. ബോധം പോയി. ഇത് കണ്ടിട്ട് ഷവിക്ക് ആശ്വാസമായി. എന്ന മിസ്റ്റർ ലൂവിൻ്റെ കലിപ്പ് എല്ലാ ഫൂൾസ് ഒരുത്തനും അവന് തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അത് കേട്ട് അടുത്തവർ തോൽപ്പിക്കും. ആരും ചോദിക്കുമ്പോൾ അടുത്ത വി വോൾഫ് അവളൊരു അമച്ചർ പെണ്ണാണ്. എന്നാൽ മില്യൺ മാർഷൽ ആർട്സ് അലയൻസിൽ പ്രൊഫഷണലായ ഒരാളാണ്. അത് കേട്ട് ഞാൻ എടുത്ത എല്ലാവരും പ്രൊഫഷണൽസ് ആണല്ലോ. എന്നാൽ ഇവള് അവരെ പോലെയല്ല, മില്യൺസ് മാർഷൽ ആർട്സ് ആ ഗ്രൂപ്പിന്റെ റെപ്യൂട്ടേഷൻ അറിയാമല്ലോ. മെയിനായിട്ട് മില്യൺ സ്റ്റോണും ഉണ്ട്. അവളും അവർ രണ്ടുപേരും സ്വന്തമായിട്ട് വന്നതല്ല, അവർ ഇൻഡസ്ട്രി ഉണ്ടാകാൻ പോകുന്ന കോൺഷ്യസ്നെസ് കാരണമാണ് വന്നത്. അത് കേട്ട് ഇൻഡസ്ട്രിയോ അപ്പോഴാണ് പറയുന്നത് ഈ വേൾഡ് വളരെ വലുതാണ്, നിങ്ങൾ കണ്ടതുപോലെയൊന്നും അല്ല. ഇതേപോലെ ക്യൂബ് പറഞ്ഞിരുന്നു എന്തൊക്കെയെന്ന് പോവുകയും മനസ്സിലാക്കാം. എനിക്ക് ഈ നോൺസെൻസ് ഒന്നും കേൾക്കാൻ പറ്റില്ല, അവൾക്ക് പറ്റോ. അതിനങ്കളി അവൾ വന്നപ്പോൾ സിസ്റ്റനായിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, അത് പുറത്തെടുത്ത പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് പോകണം. അങ്ങനെ എന്താകും അവളെ പിന്നെ പോവുകയാണ്. അവൻ പിന്നെ പോവുകയാണ്. എന്നാൽ അവനെ ഒട്ടും പറ്റാതായി, കാരണം ആൾറെഡി ഫിസിക്കലായിട്ട് വീക്കായി. എങ്കിലും ഷവീനെ ഓർത്തിട്ട് എനിക്ക് ഗീവപ്പ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് അവളെ രസിക്കാം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. മാസ്റ്റർ നിന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യും, മെന്റൽ പവർ പോലെയല്ല ഫിസിക്കൽ സ്ട്രെങ്ത്. അവൻ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ടാർഗറ്റ് 2 പേരെന്ന് പറയുന്നത്. ശരി ഷവിയ നിന്നെ ഞാൻ രസിക്കും എന്ന് പറഞ്ഞ ഡോർ തുറന്നു. അവിടെ ആയിട്ട് ആ മില്യൺ സ്റ്റോണും ആ പെൺകുട്ടിയുണ്ട്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കും. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്ക്. ബൈ.